ലെബനൻ വീണ്ടും സംഘർഷത്തിലേക്ക്. ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാർ ലംഘനമാണ് പ്രദേശത്തെ വീണ്ടും അശാന്തിയിലേക്ക് തള്ളിയിടുന്നത്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രയേൽ സേനയെ ലെബനനിൽ നിന്ന് പിൻവലിക്കണമായിരുന്നു. എന്നാൽ ഇസ്രയേൽ സേന ലെബനനിൽ തുടരുകയാണ്. ഇതാണ് ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചത്. ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നെയിം ഖാസിം. വെടിനിർത്തൽ ഡെഡ്ലൈൻ നീട്ടില്ലെന്നും നയീം ഖാസിം വ്യക്തമാക്കി. മാത്രമല്ല, എത്രയും വേഗം ലെബനനിൽ നിന്ന് പിന്മാറണമെന്നും നയീം ഖാസിം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ 1350 വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയെന്നും ഹിസ്ബുള്ള ആരോപിച്ചു. കാലതാമസം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നും ഖാസിം മുന്നറിയിപ്പ് നൽകി. തിരിച്ചടിയുടെ രീതിയും സമയവും തീരുമാനിക്കാനുള്ള അവകാശം ഹിസ്ബുള്ളയ്ക്ക് മാത്രമാണെന്നും ഖാസിം വ്യക്തമാക്കി. സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ പാലിക്കാൻ ഇസ്രയേലിൽ സമ്മർദ്ദം ചെലുത്താൻ യുഎന്നിനോടും യുഎസിനോടും ഫ്രാൻസിനോടും ഹിസ്ബുള്ള ആവശ്യപ്പെട്ടു. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ലംഘിച്ചതോടെയാണ് ലെബനൻ വീണ്ടും പുകയാൻ തുടങ്ങിയത്. ആശങ്കയുയർത്തുന്ന റിപ്പോർട്ടുകളാണ് ലെബനനിൽ നിന്ന് വരുന്നത്. ഇസ്രയേൽ സൈന്യം വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം നടത്തിയതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നതും. ഇസ്രയേലും ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിലാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ വെടിവയ്പിൽ 22 സിവിലിയൻസ് കൊല്ലപ്പെട്ടു. ഇതോടെ ലെബനൻ ജനത രോഷാകുലരാണ്. ഇസ്രയേൽ പ്രതിരോധ സേനയുമായി ലെബനനിലെ ജനങ്ങൾ ഏറ്റുമുട്ടി. വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം നടത്തിയതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. വെടിനിർത്തൽ ഡെഡ് ലൈന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ വീടുകളിലേക്ക് തിരിച്ചുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. ആളുകൾ തിരികെ വരുന്നത് തടയാനാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ സേനയും IDFും തമ്മിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി 26-ന് തെക്കൻ ലെബനനിൽ നിന്ന് ലെബനൻ സേന പിന്മാറണമായിരുന്നു. എന്നാൽ വെടിനിർത്തൽ ഡെഡ്ലൈൻ കഴിഞ്ഞിട്ടും സേനയെ പിൻവലിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായില്ല. ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയിട്ടും ജനക്കൂട്ടം സംഘടിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ മെർക്കാവ ടാങ്കുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ വെടിയുതിർക്കുകയായിരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ ജനം ഇസ്രായേലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഹിസ്ബുള്ള രക്തസാക്ഷികളെ പ്രകീർത്തിച്ചാണ് ജനം മുദ്രാവാക്യം വിളിച്ചത്. അതിനിടെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയും രംഗത്തെത്തി. വെടിനിർത്തൽ ഡെഡ്ലൈൻ നീട്ടുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം പറഞ്ഞത്. ലെബനൻ സർക്കാർ ഡെഡ്ലൈൻ നീട്ടിയിരുന്നു. തുടർന്നാണ് പ്രതികരണവുമായി ഹിസ്ബുള്ള എത്തിയത്. 60 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചു. ഇസ്രയേൽ ലെബനനിൽ നിന്ന് പിന്മാറണം, ഖാസിം പറഞ്ഞു. ഒരു ദിവസമല്ല, ഒരു സെക്കൻഡ് പോലും വെടിനിർത്തൽ നീട്ടുന്നതിനോട് യോജിക്കാനാവില്ലെന്നും ഹിസ്ബുള്ള തലവൻ വ്യക്തമാക്കി. അതിനിടെ ഗാസയിലും ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. നിലവിൽ വന്ന് കൃത്യം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇസ്രയേലിന്റെ കരാർ ലംഘനം. വടക്കൻ ഗസയിലെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച പലസ്തീനികൾക്ക് നേരെയാണ് ഇസ്രയേൽ സേന വെടിയുതിർത്തത്. വടക്കൻ ഗസയിലേക്ക് തിരിച്ചുവരാനായി ആയിരക്കണക്കിന് പലസ്തീനികളാണ് അൽ റാഷിദ് സ്ട്രീറ്റിൽ തടിച്ചുകൂടിയത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം വടക്കൻ ഗാസ മുനമ്പിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ മടങ്ങാനിരിക്കെയാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രയേൽ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ 12 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം അറിയിച്ചിരുന്നു. ഗാസയിൽ ആക്രമണം തുടരാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം. ഹമാസുമായുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പരാജയമായാൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. 15 മാസത്തിൽ 47,000 ഗാസ നിവാസികളെ കൊന്നൊടുക്കിയ ആക്രമണത്തിന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് താൽക്കാലിക വിരാമമായത്.